CSIR നെറ്റ് ലൈഫ് സയൻസിൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്കോളജി എന്നാണ്. സോ എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് മാട്രിക്സ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ആൻഡ് ദ ഡ്യൂറേഷൻ ഓഫ് സ്പീഷീസ് അസോസിയേഷൻ. സോ ഇവിടെ നമുക്കൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ സൈഡിൽ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ആണ്. സോ ഇവിടെ ലോ പ്രോബബിലിറ്റി. സോ എ ആൻഡ് സിന് ഈ ഒരു അസോസിയേഷൻ, രണ്ട് സ്പീഷീസ് തമ്മിലുള്ള അസോസിയേഷനകത്ത് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും. എന്നാൽ ഈ ഒരു മാട്രിക്സിനകത്ത് ഇവിടെ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ആയിരിക്കും. അതേസമയം ഇവിടെ വൈ ആക്സിസ് പോലത്തെ ഇവിടെ നമുക്ക് എന്താണുള്ളത്, ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ. സോ എത്ര ടൈമാണ് ഈ അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്, ഈ ഒരു ഇൻറ്ററാക്ഷനകത്ത് എത്ര ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു അസോസിയേഷനകത്ത്, അതാണ് ഇവിടെ നമുക്കുള്ളത്. സോ ഈ രണ്ട് സ്പീഷീസ് എ ആൻഡ് ബിക്കകത്ത് ഡ്യൂറേഷൻ ഹൈ ആണ്. സോ ഇങ്ങനെ ഹൈ ഡ്യൂറേഷൻ അസോസിയേഷൻ ഉള്ളവരെയൊക്കെ നമ്മൾ സിംബയോൺസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അസോസിയേഷനെ നമ്മൾ സിംബയോസിസ് എന്ന് വിളിക്കാറുണ്ട്. സോ സിംബയോസിസ് ഒരു തെറ്റിദ്ധാരണയാണ്. സിംബയോസിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ ആയിരിക്കണം, മ്യൂച്വലിസ്റ്റിക് ആയിരിക്കണം എന്നുള്ളതൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, ഒരു ക്ലോസ് അസോസിയേഷൻ, ഒരു കോൺടാക്ട് ബേസ്ഡ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ലോങ് ടേം ആണെങ്കിൽ അത് നമ്മൾ സിംബയോസിസ് എന്ന് വിളിക്കും. അത് മ്യൂച്വലിസം ആവണം എന്ന് നെസസറി ഇല്ല. ഫോർ എക്സാമ്പിൾ ലൈക്കൻസും മ്യൂച്വലിസം കാണിക്കുന്നുണ്ട്. സോ അത് സിംബയോസിസിൻ്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ പാരസൈറ്റിസമും സിംബയോസിസിൻ്റെ എക്സാമ്പിൾ ആണ്. സോ നമ്മുടെ ഗട്ടിലുള്ള പാരസൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ ടേപ്പ് വേംസ് ഒക്കെ എന്താണ്, അതൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈവൻ ദോ അതൊരു പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്ററാക്ഷൻ ആയാലും നമ്മൾ അതിനെ സിംബയോസിസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ ഇവിടെ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ കൂടുതലാണ് എ ആൻഡ് ബിയിൽ, ഇവിടെ ലോ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ ആണ്. സോ ഇതിനകത്ത് എ ബി സി ഡി ഏത് തരത്തിലുള്ള ഇൻറ്ററാക്ഷൻ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കത് സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് എ ഇൻറ്ററാക്ഷൻ തൊട്ട് തുടങ്ങും. സോ ഈ പറഞ്ഞ എ ഇൻറ്ററാക്ഷനകത്ത് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ലോ ആണ്. സോ ആ ഒരു ഇൻറ്ററാക്ഷനകത്ത് ഡെത്ത് ലോ ആണ്. എന്നാൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. സോ ഈ ഒരു ഇൻറ്ററാക്ഷൻ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് പാരസൈറ്റിസം ആണ്. സോ പാരസൈറ്റ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ടേപ്പും അല്ലെങ്കിൽ ആസ്കാരസ് പോലത്തെ ഗട്ട് പാരസൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. അവരുടെ ലൈഫ് സൈക്കിളിൻ്റെ മേജർ പോർഷനും നമ്മുടെ ബോഡിക്കകത്താണ് അവർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എൻഡോസിംബയോൺസ് പോലത്തെ എൻഡോ പാരസൈറ്റ്സ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് വരും. സോ ഇവിടെ എന്താണ്, എന്നാൽ ഈ പാരസൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, സോ ഈ പാരസൈറ്റിസം അല്ലെങ്കിൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഇവർ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ന്യൂട്രീഷന് വേണ്ടിയിട്ട്. സോ ഇവർ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഹോസ്റ്റിനെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഹൈ ആണെങ്കിൽ ആ പാരസൈറ്റിന് അത് സക്സസ്ഫുൾ അല്ല. ആ പാരസൈറ്റിന് ആ ഒരു ഹോസ്റ്റിനെ ലൈവായിട്ട് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള പാരസൈറ്റ്സിന് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് കുറവായിരിക്കും. സോ പാരസൈറ്റ്സ് നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് കുറവാണ്, എന്നാൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ കൂടുതലാണ്. സോ എ എന്താണ്, പാരസൈറ്റിസമിൻ്റെ എക്സാമ്പിൾ ആണ്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ബിയിലോട്ട് പോകാം. സോ ബിക്കകത്ത് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് കൂടുതലാണ്, എന്നാൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷനും കൂടുതലാണ്. സോ അങ്ങനത്തെ ഇൻറ്ററാക്ഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ പാരസെറ്റോയിഡ്സിനകത്താണ് വരുന്നത്. ഓക്കെ, പാരസെറ്റോയിഡ്സിനകത്താണ് അങ്ങനത്തെ ഒരു ഇൻറ്ററാക്ഷൻ. സോ എന്താണ് ഈ പാരസെറ്റോയിഡ്സ്? ഫോർ എക്സാമ്പിൾ പാരസെറ്റോയിഡ് വാസ്പ്സ് ഒക്കെ ഉണ്ട്. ഈ വാസ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില കാറ്റർപില്ലറിനകത്ത് പോയി എഗ്ഗ് ലേ ചെയ്യും, ഓവിപ്പോസിറ്റ് ചെയ്യും. സോ ഈ ലേ ചെയ്ത എഗ്ഗിൽ നിന്ന് ഹാച്ച് ഔട്ടായിട്ട് ലാർവേ ഈ ഒരു ഹോസ്റ്റിന് ഫീഡ് ചെയ്യാൻ തുടങ്ങും. സോ ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു കാറ്റർപില്ലർ എങ്കിൽ ഓവിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഗ്സ് ഡെവലപ്പ് ചെയ്തിട്ട് ഈ കാറ്റർപില്ലറിൽ നിന്ന് ന്യൂട്രീഷൻ ഇങ്ങനെ എടുക്കാൻ തുടങ്ങും. സോ അതുവരെ ഇവർ ഫുള്ളി ഡെവലപ്ഡ് ആകും വരെ, ആ ലാർവ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ട് പ്യൂപ്പ ആകും വരെ ഈ ഹോസ്റ്റായിട്ടുള്ള കാറ്റർപില്ലറിനെ ലൈവായിട്ട് വെക്കേണ്ടത് ആ ഒരു പാരസെറ്റോയിഡിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. എന്നാൽ ഇവർ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഇതിൽ നിന്ന് എമേർജ് ചെയ്യും. ഈ ലാർവേസ് കാറ്റർപില്ലറിൻ്റെ ബോഡിയിൽ നിന്ന് എമേർജ് ചെയ്യും. അപ്പം ഡെത്ത് എന്ന് പറയുന്നത് കോസ് ചെയ്യും. സോ ഹോസ്റ്റിന് ഡെത്ത് ഫൈനലി വിൽ ഒക്കർ. സോ ഡെത്ത് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഇസ് വെരി ഹൈ. എന്നാൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷനും
ഹൈ ആണ്. സോ അങ്ങനത്തെ ഇൻറ്ററാക്ഷൻ എന്താണ്, പാരസെറ്റോയിഡ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സി നോക്കാം. സിക്കകത്ത് എന്താണ് പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ലോ ആണ്, എന്നാൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷനും ലോ ആണ്. സോ ഇങ്ങനത്തെ ഇൻറ്ററാക്ഷൻ നമുക്ക് ഗ്രേസേഴ്സിനകത്താണ് കാണുന്നത്. സോ ഗ്രേസേഴ്സ് എന്താ ചെയ്യുന്നത്, ഗോട്ട് പോലത്തെ ഗ്രേസേഴ്സ് ഒക്കെ ഈ പുല്ലിനെ ഇങ്ങനെ ഗ്രേസ് ചെയ്താണ് കളയുന്നത്. സോ അതിനകത്ത് അപ്പർ ലെയർ ഓഫ് ലീവ്സ് ആണ് റിമൂവ് ആയിട്ട് പോകുന്നത്, അല്ലാണ്ട് ആ ഒരു ഗ്രാസിൻ്റെ കംപ്ലീറ്റ് ഡെത്ത് നടക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ലോ ആണ്. എന്നാൽ ആ ഒരു ഇൻറ്ററാക്ഷനും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. ഗ്രേസ് ചെയ്യുക, നെക്സ്റ്റ് ഗ്രാസിലോട്ട് പോകുക, അങ്ങനെ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് ലോ ആണ്, ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ ലോ ആണ്. സോ എന്താണ്, സി ഗ്രേസേഴ്സ് പോലത്തെ ഇൻറ്ററാക്ഷൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് ഡെത്തും ലോ വരും, ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷനും ലോ ആയിട്ടിരിക്കും. പിന്നെ ഡിക്കകത്ത് എന്താ ഉള്ളത്, പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഹൈ ആണ്, എന്നാൽ ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ ലോ ആണ്. ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നമ്മുടെ പ്രിഡേറ്റേഴ്സ്. സോ അവർ ഹണ്ട് ഡൗൺ ചെയ്യും, ഇതെല്ലാം പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ്. അവർ പോയി ഹണ്ട് ഡൗൺ ചെയ്യും, എന്നിട്ട് ആ ഒരു പ്രേനെ അവർ ഈറ്റ് ചെയ്യും. അതാണ് ഡ്യൂറേഷൻ ഓഫ് അസോസിയേഷൻ ലോ ആവാൻ കാരണം. എന്നാൽ ആ പ്രേയുടെ ഡെത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. സോ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഹൈ ആണ്. സോ ഇങ്ങനെ വരുന്ന ഇൻറ്ററാക്ഷൻ പ്രിഡേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, so right answer is A parasites, B parasitoids, C grazers and D predators. So നമുക്ക് next question നോക്കാം. Which one of the following regulator proteins can act as a positive and negative regulators on binding on the same DNA element? So ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ തന്നേക്കുന്ന റെഗുലേറ്റേഴ്സിനകത്ത് നമുക്ക് 4 റെഗുലേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് act as both positive and negative regulators? Positive regulators and negative regulators ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെഗറ്റീവ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ അത് റെപ്രസർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഏത് പ്രോട്ടീനാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെഗുലേഷൻ? ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താ ക്വസ്റ്റ്യൻ്റെ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ബൈൻഡിങ് ടു സെയിം DNA എലമെൻറ്റ്. സെയിം DNA എലമെൻറ്റിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെഗുലേറ്റർ ആയിട്ട് ഏതാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ലാക്ക് റെപ്രസർ. സോ നമുക്കറിയാം ലാക്ക് ഓപ്പറോണിനകത്ത് വരുന്നതാണ് ലാക്ക് റെപ്രസർ. ലാക്ക് റെപ്രസറായിട്ട് മാത്രമേ ആക്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ലാക്ക് റെപ്രസർ എന്ന് പറയുന്നത് റെപ്രസറായിട്ട് മാത്രമേ ആക്ട് ചെയ്യാറുള്ളൂ. സോ ഇതൊരു കാറ്റബോളിക് ആയിട്ടുള്ള ഓപ്പറോൺ ആണ് ലാക്ക് ഓപ്പറോൺ. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ് മാത്രമേ ആക്ടിവേറ്റ് ചെയ്താൽ മതി. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഇല്ലാത്തപ്പോൾ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഈ റെപ്രസർ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ആ ഒരു ഓപ്പറോണിനെ റെപ്രസ് ചെയ്ത് വെക്കുന്നതാണ് ലാക്ക് റെപ്രസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലാംഡ റെപ്രസർ. ലാംഡ റെപ്രസർ നമ്മളുടെ ബാക്ടീരിയോഫേജസിനകത്ത് കാണുന്നതാണ്. സോ നമ്മുടെ ഈക്കോലൈ പോലത്തെ ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസിനകത്ത് കാണുന്നതാണ്. ഇതിനകത്ത് ലൈറ്റിക് ടു ലൈസോജനിക് സൈക്കിളിൻ്റെ സ്വിച്ചിനകത്ത് വരുന്ന റെഗുലേഷനിൽ വരുന്നതാണ് ഈ ലാംഡ റെപ്രസർ. ലാംഡ റെപ്രസർ എന്ന് പറയുന്നത് അത് റെഗുലേറ്ററായിട്ടും ആക്ടിവേറ്ററായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ അത് ഡിഫറെൻറ്റ് DNA സെഗ്മെൻറ്റ്സിൽ ബൈൻഡ് ചെയ്തിട്ടാണ്. ഡിഫറെൻറ്റ് ഓപ്പറേറ്റർ റീജിയൻസിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇവർ ആക്ടിവേറ്റർ ആൻഡ് റെപ്രസറായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് സെയിം DNA എലമെൻറ്റിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ ഏത് പ്രോട്ടീനാണ്, ഏത് റെഗുലേറ്റർ ആണ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇതുകൂടെ നമുക്ക് 4th വണ്ണോട് നോക്കിയിട്ട് നോക്കാം. സോ ട്രിപ്റ്റോഫാൻ റെപ്രസർ നമുക്കറിയാം, അതും റെപ്രസറായിട്ട് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത് ഒരു അനബോളിക് ഓപ്പറോൺ ആണ്. അപ്പോൾ ട്രിപ്റ്റോഫാൻ്റെ പ്രസൻസിൽ അതിനെ റെപ്രസ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ ട്രിപ്റ്റോഫാൻ്റെ പ്രസൻസിലാണ് ഈ റെപ്രസർ ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അരാസി എന്ന് പറയുന്ന പ്രോട്ടീനാണ്. സോ ഇതാണ് അറാബിഡോസ് ഓപ്പറോൺ. സോ അറാബിഡോസ് ഓപ്പറോണിനകത്ത് ഇൻ ദ ആബ്സെൻസ് ഓഫ് അറാബിഡോസ് ഇത് റെപ്രസറായിട്ട് ആക്ട് ചെയ്യും. ബിക്കോസ് അറാബിഡോസിൻ്റെ ആബ്സെൻസിൽ ഈ ജീനിൻ്റെ ആവശ്യമില്ല. ഇത് ഒരു കാറ്റബോളിക് ഓപ്പറോൺ ആണ്. സോ അതുകൊണ്ട് തന്നെ
അറാബിഡോസ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു ജീൻസ് ആക്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. സോ ആ സമയത്ത് ഈ അരാസി എന്ന പ്രോട്ടീൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? റെപ്രസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഇൻ ദ പ്രസൻസ് ഓഫ് അറാബിഡോസ്, സോ അറാബിനോസിന്റെ പ്രസൻസിൽ ഇവർ ആക്ടിവേറ്റ് ചെയ്യണം. കാറ്റബോളിക് ഈ ഒരു ജീൻസ് ഇതിന്റെ ഡൈജസ്റ്റ് ചെയ്യേണ്ട പോലത്തെ ജീൻസ് ആക്ടിവേറ്റഡ് ആവണം. സോ അപ്പം ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ അറാബിഡോസ് ഈ ഒരു സൈറ്റിനകത്ത് ബൈൻഡ് ചെയ്തിട്ട് ഇതിപ്പം ആക്ടിവേറ്റർ ആകും. സോ നേരത്തെ റെപ്രസർ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആക്ടിവേറ്റർ ആയിട്ടാണ് ഇപ്പം ആക്ട് ചെയ്യുന്നത്. ആൻഡ് സെയിം DNA എലമെൻറ്റിനകത്ത് ബൈൻഡ് ചെയ്തിട്ടാണ് ഇവരിപ്പം ഡിഫറെൻറ്റ് റോൾസ് പ്ലേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ARAC പ്രോട്ടീൻ ആണ്. ഓക്കെ, സോ അറാബിനോസ് ഒപ്രോണിനകത്ത് വരുന്ന എക്സാമ്പിൾ ആണിത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the effect of 2,4-dinitrophenol on mitochondria? So dinitrophenolന്റെ എഫക്റ്റ് എന്താണ് മൈറ്റോകോൺഡ്രിയയിൽ, അതിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2,4-dinitrophenol എന്ന് പറയുന്നത് ഇസ് എൻ അൺകപ്ലർ. സോ ഇത് അൺകപ്ലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ എന്താണ് ഈ അൺകപ്ലർ? സോ ഇത് നമ്മളുടെ മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിൻ ആണ്. ഓക്കെ, സോ മൈറ്റോകോൺഡ്രിയൽ ഇന്നർ മെംബ്രെയിനകത്ത് എങ്ങനെയാണ് മൈറ്റോകോൺഡ്രിയക്കകത്ത് ATP സിന്തസിസ് നടക്കുന്നത്? ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്താണ് ചെയ്യുന്നത്? H+നെ പമ്പ് ചെയ്യും. H+നെ ഇന്നർ മെംബ്രെയിൻ സ്പേസിലോട്ട് ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പം അവിടെ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് വരുന്നുണ്ട്. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് H+ൻ്റെ ഇങ്ങനെയാണ്. H+ ഇന്നർ മെംബ്രെയിൻ സ്പേസിനകത്ത് കൂടുതലാണ്, എന്നാൽ മാട്രിക്സിനകത്ത് കുറവുള്ള ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇത് ETC ആണ് ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ATP സിന്തസൈസ് നടക്കുന്നത് ബൈ ATP സിന്തേസ്. സോ ഇതാണല്ലോ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്ന പ്രോസസ്സ്. എന്നാൽ ഡൈനൈട്രോഫീനോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്തൗട്ട് ATP സിന്തസിസ് വേറൊരു റൂട്ടിലൂടെ ഈ H+ന് ഇങ്ങനെ മൂവ്മെൻറ്റ് നടക്കും ഡൗൺ ദ ഗ്രേഡിയൻറ്റ്. സോ ആ ഒരു ഈ ETC കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഗ്രേഡിയൻറ്റിനെ നശിപ്പിക്കുന്ന രീതിക്കാണ് ഈ ഒരു ഡൈനൈട്രോഫീനോൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ATP സിന്തസിസ് ആകുന്നില്ല, മറിച്ച് ഈ എനർജി എല്ലാം ഹീറ്റായിട്ടാണ് പോകുന്നത്. ഈ എനർജി എല്ലാം പിന്നെ ഹീറ്റായിട്ടാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ അൺകപ്ലിംഗ് എന്ന് പറയുന്നത്. സോ DNP ഒരു അൺകപ്ലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതല്ലാണ്ട് ചില അൺകപ്ലിംഗ് പ്രോട്ടീൻസും ഉണ്ട്. ഇത് നമ്മുടെ ഫിസിയോളജിക്കകത്ത് നോൺ ഷിവറിങ് തെർമോജെനസിസിനകത്തൊക്കെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ബ്ലോക്സ് ATP സിന്തസിസ് വിത്തൗട്ട് ഇൻഹിബിറ്റിംഗ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ബൈ ഡിസിപ്പേറ്റിംഗ് ദ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ATP സിന്തസിസ് അവിടെ നടക്കുന്നില്ല. ATP സിന്തസിസ് ആണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ ഇൻഹിബിറ്റ് ചെയ്യത്തില്ല, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. എന്നാൽ ETC ഉണ്ടാക്കി വെച്ച് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഇവർ ATP സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അൺകപ്ലേഴ്സ് എന്ന് വിളിക്കുന്നത്. DNP ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അൺകപ്ലർ. ഓക്കെ, സോ ഇത് കൂടാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ ജനറലി ഈ ഒരു ETC ഭാഗത്തുനിന്ന് വരുന്ന പലതരത്തിലുള്ള ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം ഏത് സ്റ്റേജിനകത്തും പല ഇൻഹിബിറ്റേഴ്സാണ്, പല കോംപ്ലക്സിനും പല ഇൻഹിബിറ്റേഴ്സാണ്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ കറക്റ്റ് ആൻസർ ഇസ് ബ്ലോക്സ് ATP സിന്തസിസ് വിത്തൗട്ട് ഇൻഹിബിറ്റിംഗ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ബൈ ഡിസിപ്പേറ്റിംഗ് ദ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. You want to purify a recombinant protein of your interest. You can use affinity chromatography to purify as you have nickel columns available in the laboratory. With what molecule will you tag the protein to purify using those columns? So, എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു റീകോമ്പിനൻറ്റ് പ്രോട്ടീനെ ഐസൊലേറ്റ് പ്യൂരിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഫിനിറ്റി ക്രോമറ്റോഗ്രഫി ഉണ്ട്. ഏത് രീതിക്കുള്ള അഫിനിറ്റി ക്രോമറ്റോഗ്രഫിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നിക്കൽ കോളംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ നിക്കൽ കോളംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഈ പ്രോട്ടീനെ
സോ നമുക്കൊരു പ്രോട്ടീൻ ഉണ്ട്, റീകോംബിനൻറ്റ് പ്രോട്ടീൻ ഉണ്ട്. ഇതിനെ എന്ത് വെച്ച് ടാഗ് ചെയ്താൽ നമുക്ക് ഇവരെ ഈ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ റെസിൻസിനകത്ത് ഇങ്ങനെ നിക്കിളുള്ള റെസിൻസ് ഉള്ള ഒരു കോളം നമ്മളുടെ നേരത്തെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാനുള്ള പ്രോട്ടീനകത്ത് എന്ത് തരം ടാഗ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു കോളം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എൻ്റെ ഓപ്ഷൻസിനകത്തുള്ളത് GST, ഹിസ്റ്റഡിൻ, ഹിസ്റ്റമിൻ ആൻഡ് പ്രൊലിൻ. സോ ഈ ഒരു ഇൻറ്ററാക്ഷൻ നമുക്ക് നോക്കാം. ഇത് ഹിസ്റ്റഡീൻ്റെ ഇൻറ്ററാക്ഷൻ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, നിക്കിളുമായിട്ടാണ് ഹിസ്റ്റഡീനാണ് റിയാക്ട് ചെയ്യുന്നത്. ആ ഒരു കപ്ലിംഗ് ഫോം ചെയ്യുന്നത്, ഒരു അഫിനിറ്റി ഷോ ചെയ്യുന്നത് ഹിസ്റ്റഡിനുമായിട്ടാണ്. അപ്പം നമ്മൾ പ്രോട്ടീനകത്ത്, സോ അതാണ് നമ്മുടെ റീകോംബിനൻറ്റ് പ്രോട്ടീൻ എങ്കിൽ അതിനകത്ത് ഹിസ്റ്റഡിൻ ടാഗ് ചെയ്ത് കൊടുത്താൽ ഇവർ നിക്കിളുമായിട്ട് ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റഡ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ബോണ്ട് ആ ഒരു അഫിനിറ്റി ഷോ ചെയ്യുമ്പോഴത്തേക്കും ഇവർ ആ ബീഡ്സിനകത്ത് ആദ്യം സ്റ്റിക്കായിട്ടിരിക്കും. സോ ബാക്കിയെല്ലാം ബഫറിനകത്ത്, ബാക്കി പ്രോട്ടീൻസ് ടാഗ്, ഹിസ്റ്റീൻ ടാഗ് ഇല്ലാത്ത പ്രോട്ടീൻസ് എല്ലാം എന്ത് ചെയ്യും, ബഫറിനകത്ത് പോവും. പിന്നെ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് pH ചേഞ്ച് ചെയ്തിട്ട് എല്യൂട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹിസ്റ്റഡീൻ ആണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രോട്ടീനകത്ത് ഹിസ്റ്റഡീൻ ടാഗ് ചെയ്യും. പ്രോട്ടീനകത്ത് ഹിസ്റ്റഡീൻ ടാഗ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ നിക്കിളുമായിട്ട് ഇങ്ങനെ ഒരു കോർഡിനേറ്റഡ് ബോണ്ട് ഫോം ചെയ്യും. സോ ഈ ഒരു പ്രോട്ടീന് നമ്മൾ ഈ കോളമിനകത്ത്, നിക്കിളുള്ള കോളമിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ കോർഡിനേറ്റഡ് ബോണ്ട് ഹിസ്റ്റഡീനുമായിട്ട് ഫോം ചെയ്യും. അങ്ങനെ അവരത് സ്റ്റേ ചെയ്യും. പിന്നെ അതിനെ എല്യൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താൽ മതി. സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹിസ്റ്റഡീൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In transgenic mice, the orientation and location of the LOXP sites determine whether Cre recombinase induce a deletion, an inversion or a chromosomal translocation. If a researcher wants to put LOXP sites in such a manner that only inversion will take place, which one of the following constructs best justifies this intention of GX is the target gene? So GX is the target gene. So നമുക്ക് ഇച്ചിരി ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് CRE-LOXP സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇതൊരു സൈറ്റ് സ്പെസിഫിക് റീകോംബിനേസ് ആണ്. സോ ഈ സൈറ്റ് സ്പെസിഫിക് റീകോംബിനേസ് ആണ് നമ്മൾ പലതരത്തിലുള്ള ഇൻസേർഷനും ഡെലീഷനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ LOXP സൈറ്റ്സ് ഒരെണ്ണം ഈ ഡയറക്ഷനകത്തും മറ്റൊന്ന് ഈ ഇൻവേർട്ടഡ് ആയിട്ടും, അതേപോലെ ജീൻ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻവേർഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഓറിയൻറ്റേഷൻ ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ഓറിയൻറ്റേഷനാണ് ജീൻ ആൻഡ് LOXP. ഇങ്ങനത്തെ ഓപ്പോസിറ്റ് ഓറിയൻറ്റേഷൻ ഇടയ്ക്ക് ജീൻ ഉണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് ഇൻവേർഷൻ ആണ്. എന്നാൽ ഡെലീഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? സോ LOXP സൈറ്റ്സ് സെയിം ഡയറക്ഷനകത്ത് ഇടയ്ക്ക് ജീൻ ഉണ്ടെങ്കിൽ അത് ഡെലീറ്റഡ് ആയി പോകും. സോ ഇങ്ങനെയാണ് ഡെലീഷൻ. എന്നാൽ 2 സെപ്പറേറ്റ് സ്ട്രാൻഡ്സിനകത്താണ് LOXP സൈറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ലൊക്കേഷൻ ആണ് നടക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ട്രാൻസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഇൻവേർഷന് ഏത് തരത്തിലുള്ള ഓറിയൻറ്റേഷൻ ആണെന്നാണ് ചോദിച്ചിരുന്നത്. സോ ഈ ഒരു ഓറിയൻറ്റേഷൻ വേണം ഇൻവേർഷൻ നടക്കാൻ. സോ ഓപ്ഷനകത്ത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷനകത്ത് ജീൻ ഈ ലോക്ക് സൈറ്റ്സിൻ്റെ സെൻറ്ററിലല്ല, അപ്പം അത് വലുതായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ സെക്കൻഡിനകത്ത് സെയിം ഡയറക്ഷനകത്താണ്. സോ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഡെലീഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ തേർഡ് ഓപ്ഷനകത്താണ് കറക്റ്റായിട്ട് ഇൻവേർഷൻ നടക്കാൻ പോകുന്നത്, ബിക്കോസ് ഈ ഒരു ഓറിയൻറ്റേഷനിലാണ് ജീൻ. ഇതാണ് LOXP സൈറ്റ്സ്. സോ ഇങ്ങനെയാണ് ഓറിയൻറ്റേഷൻ വരുവാണെങ്കിൽ അവിടെ ഡെലീഷൻ ആണ് നടക്കാൻ പോകുന്നത്. സോ ഫോർത്ത് വണ്ണകത്ത് നമുക്കറിയാം ജീൻ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന LOXP സൈറ്റ്സ് ഡിഫറെൻറ്റ്, അതിൻ്റെ ഇടയ്ക്കല്ല. സോ അതുകൊണ്ട് അതും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ റൈറ്റ് ആൻസർ ഇസ് തേർഡ് ഓറിയൻറ്റേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following inactivates the serine threonine protein kinase mTOR related to the cell growth in mammalian system? Option 1 rifamycin, Option 2 rapamycin, Option 3 erythromycin, Option 4
ക്ലോറാംഫീനക്കോൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെപ്പാമൈസിൻ ആണ്. ഓക്കെ, സോ ഈ എംതോറിന്റെ പേരിൽ തന്നെ അതുണ്ട് ആക്ച്വലി. മെമേലിയൻ ടാർഗറ്റ് ഓഫ് റെപ്പാമൈസിൻ എന്നാണ് ഇതിൻ്റെ പേര്. സോ സെൽ ഡിവിഷൻ, സെൽ ഗ്രോത്തിനകത്തൊക്കെ വരുന്ന മെയിൻലി സെൽ ഗ്രോത്തിനകത്തൊക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് എംതോർ എന്ന് പറയുന്നത്. സോ ഇതിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത് റെപ്പാമൈസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. സോ ഇത് ബാക്കി ഓപ്ഷൻസ് എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു ടേബിളാണ്. സോ ഇതെല്ലാം മെയിനായിട്ട് ആൻറ്റിബയോട്ടിക്സ് ആണ് വരുന്നത്. സോ ആൻറ്റിബയോട്ടിക്സ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് റിഫാമൈസിൻ. സോ റിഫാമൈസിൻ എന്താ ചെയ്യുന്നത്? ബാക്ടീരിയൽ RNA പോളിമറേസിനെ ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ റിഫാമൈസിൻ ഇനീഷ്യേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് റിഫാമൈസിൻ. എന്നാൽ എറിത്രോമൈസിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ലേഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. 50S റൈബോസോമും ബൈൻഡ് ചെയ്തിട്ട് അത് ആ ഒരു എലോങ്കേഷൻ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ട്രാൻസ്ലൊക്കേഷൻ ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസിനെയാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്. എന്നാൽ ക്ലോറംഫെനക്കോൾ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 50S ഇതും എന്താണ് ട്രാൻസ്ലേഷനെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. എന്നാൽ സ്പെസിഫിക്കലി പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനെയാണ് അവർ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ആക്ടിനോമൈസിൻ D എന്ന് പറയുന്നത്. സോ ഇവർ DNA ആയിട്ട് ഇന്റർകലേറ്റ് ചെയ്തിട്ട് RNA പോളിമറേസിനെ ബ്ലോക്ക് ചെയ്യും. ഹെൻസ് ട്രാൻസ്ക്രിപ്ഷനും ബ്ലോക്ക്ഡ് ആവും, ഇൻഹിബിറ്റഡ് ആവും. സോ ഇതൊക്കെയാണ് ബാക്കി ഓപ്ഷൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെപ്പാമൈസിൻ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In eukaryotes, a specific CDK activity is required for the activation of loaded helicase to initiate replication. So, ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതൊരു ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ നമുക്ക് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് റീഡ് ചെയ്തിട്ട് ഇത് കമ്പയർ ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഈച്ച് സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇൻ യൂകാരിയോട്സ്, എ സ്പെസിഫിക് CDK ആക്ടിവിറ്റി ഈസ് റിക്വയർഡ് ഫോർ ആക്ടിവേഷൻ ഓഫ് ലോഡഡ് ഹെലിക്കേസ് ഫോർ ഇനീഷ്യേഷൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും നമുക്ക് നോക്കാം. സോ ഒരു സ്പെസിഫിക് CDKയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഈ CDK എന്താ ചെയ്യുന്നത്? ആക്ടിവേഷൻ ഓഫ് ലോഡഡ് ഹെലിക്കേസ് ടു ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ. സോ റെപ്ലിക്കേഷൻ്റെ ഇനീഷ്യേഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത്? S ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. സിന്തസിസ് ഫേസിനകത്താണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് എന്താ മനസ്സിലായി? CDK ആക്ടിവിറ്റി സംവാട്ട് റിലേറ്റഡ് ടു S ഫേസ്. സോ S ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു CDK ആക്ടിവിറ്റിയെ നമുക്ക് ഫസ്റ്റ് ലൈനിൽ നിന്ന് മനസ്സിലായി. ബിക്കോസ് ഇവിടെ ആക്ടിവേഷൻ ഓഫ് ലോഡഡ് ഹെലിക്കേസ് ടു ഇനീഷ്യേറ്റ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹെലിക്കേസ് നേരത്തെ ലോഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. G1 ഫേസിനകത്ത് ഹെലിക്കേസ് നേരത്തെ ലോഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സിക്കകത്ത് ഹെലിക്കേസ് ഇങ്ങനെ ലോഡഡ് ആയിട്ടിരിക്കും. എന്നാൽ റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റഡ് ആവുന്നത് S ഫേസിൽ മാത്രമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ് CDK ആക്ടിവിറ്റിക്കകത്ത് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓൺ ദ കോൺട്രറി, ദിസ് CDK ആക്ടിവിറ്റി ഇൻഹിബിറ്റ്സ് ദ ലോഡിംഗ് ഓഫ് ഹെലിക്കേസ് ഓൺ ടു ദ ഒറിജിൻ ഓഫ് ദ റെപ്ലിക്കേഷൻ. സോ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ സെയിം CDK ആക്ടിവിറ്റി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഹിബിറ്റ്സ് ലോഡിംഗ് ഓഫ് ഹെലിക്കേസ് ഓൺ ടു ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ നമ്മളുടെ സെൽ സൈക്കിളിനകത്ത്, എസ്പെഷ്യലി യൂകാരിയോട്സിൻ്റെ സെൽ സൈക്കിളിനകത്ത് ഒരു സമയത്ത് ഒരു റെപ്ലിക്കേഷനെ നടക്കാവും. ബാക്ടീരിയയിൽ അങ്ങനെയല്ല, ഒരു സമയത്ത് പലതരം റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവും. ഒരു റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് റെപ്ലിക്കേഷൻ ബാക്ടീരിയയിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്നാൽ യൂകാരിയോട്സിനകത്ത് ഒരു റെപ്ലിക്കേഷനെ അറ്റ് എ ടൈം നടക്കാവും. സോ അതിന് വേണ്ടി നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ S ഫേസിലുള്ള CDKs എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊരു തവണ നെക്സ്റ്റ് ടൈം ആ ഒരു നമ്മളുടെ ORCക്കകത്ത് നെക്സ്റ്റ് ഹെലിക്കേസ് വന്ന് ലോഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു S ഫേസിലുള്ള CDK തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓൺ കോൺട്രറി, ദിസ് CDK നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി ഇത് S ഫേസിലുള്ള CDK ആണ്. Inhibits the loading of helicase onto the origin of the replication. Considering the fact that each cycle there is only one opportunity for helicase to be loaded to the origin and one opportunity for these helicase to be activated, which one of the following graphs best depict this CDK activity in G1 and S phase of the cell cycle എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
സോ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാഫിനകത്ത് ഏതാണ് എസ് ഫേസിലുള്ള സി ഡി കെ. എസ് ഫേസിലുള്ള സി ഡി കെ എങ്ങനെയായിരിക്കും? സോ എസ് ഫേസിലുള്ള സി ഡി കെ G1 ഫേസിൽ എങ്ങനെയായിരിക്കും, എസ് ഫേസിൽ എങ്ങനെയായിരിക്കും? ഓബ്വിയസ്ലി എസ് ഫേസിൽ കൂടുതലായിരിക്കും, എന്നാൽ G1 ഫേസിൽ കുറവായിരിക്കും. സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി ഡി കെ ആക്ടിവിറ്റി. സി ഡി കെ ആക്ടിവിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സി ഡി കെയുടെ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. എപ്പോഴും സെല്ലിനകത്ത് സി ഡി കെയുടെ ലെവൽ കാണും, എന്നാൽ അവരുടെ ആക്ടിവിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ അപ്പം സി ഡി കെ ആക്ടിവിറ്റി, ഈ സ്പെസിഫിക് സി ഡി കെ ആക്ടിവിറ്റി ഇത് എന്ത് സി ഡി കെ ആണെന്ന് നമുക്ക് മനസ്സിലായത്? എസ് ഫേസ് സി ഡി കെ എന്നാണ് നമുക്ക് മനസ്സിലായത്. സോ ഈ എസ് ഫേസ് സി ഡി കെ നമ്മളിത് ഡിസൈഫർ ചെയ്തെടുത്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഈ എസ് ഫേസ് സി ഡി കെ G1 കുറവായിരിക്കും, എന്നാൽ എസ്സിൽ കൂടുതലായിരിക്കും. സോ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ നമുക്ക് ഇത് എക്സാക്ട്ലി എവിടെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് G1 ഫേസ്. ഇവിടെ ഹെലിക്കേസ് നേരത്തെ ലോഡ് ചെയ്തിരിക്കുകയാണ്. സോ ഹെലിക്കേസ് ലോഡിങ് കോംപ്ലക്സ് വന്നിട്ട് ഹെലിക്കേസ് ലോഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ എസ് ഫേസിലാണ് ഈ ഹെലിക്കേസ് ആക്ടിവേറ്റഡ് ആവുന്നത്. എന്നാൽ പിന്നെയും ഈ ഒരു ഹെലിക്കേസ് ലോഡർ പിന്നെയും ലോഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എസ് ഫേസിലുള്ള സി ഡി കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ എല്ലാം ഡീഗ്രേഡ് ചെയ്യും. സോ അത് ഇവരുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. സോ ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് സെൽ സൈക്കിളാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത്. സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Maternal effect genes are extremely important in establishing the anterior-posterior polarity of Drosophila embryo. Mutant phenotypes arise when genes of this family are mutated. The following table enlists genes and phenotypes observed on the mutation of these genes but not correctly matched. സോ ഇത് നമുക്ക് കറക്റ്റ്ലി മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ ജീൻസ് തന്നിട്ടുണ്ട്. ഈ ജീൻസ് മ്യൂട്ടേറ്റഡ് ആയാൽ എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ടോർസോ എന്ന പ്രോട്ടീൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ ടെർമിനസിനകത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വരുന്നത്. സോ ടോർസോ ജീൻ മ്യൂട്ടേറ്റഡ് ആവുകയാണെങ്കിൽ അവിടെ ടെർമിനി ഫോം ചെയ്യത്തില്ല. സോ അതാണ് ടോർസോയുടെ ഫങ്ഷൻ. സോ നെക്സ്റ്റ് വാസയുടെ ഫംഗ്ഷൻ എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഊജനസിനകത്താണ് വരുന്നത്. സോ മെയിനായിട്ട് ഈ വാസ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ജീൻ്റെ ഫംഗ്ഷൻ ഊജനസിനകത്താണ് വരുന്നത്. അത് മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് ഊജനസിസ് ആണ് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഓസ്കർ. സോ ഓസ്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോ മെയിനായിട്ട് പോസ്റ്റീരിയർ റീജിയനിലാണ് ഓസ്കറിൻ്റെയും ഫംഗ്ഷൻ എന്ന് നമുക്കറിയാം. അബ്ഡമനും പോൾ സെൽസിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ് ഓസ്കർ. സോ ഓസ്കർ മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ അബ്ഡമനും പോൾ സെൽസും കാണത്തില്ല. എന്നാൽ നെക്സ്റ്റ് ബൈക്കോഡ്. സോ ബൈക്കോഡ് നമുക്കറിയാം ആൻറ്റീരിയർ റീജിയനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബൈക്കോഡ്. ബൈക്കോഡ് മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാൽ ഹെഡും തൊറാക്സും ഡിലീറ്റഡ് ആയി പോകും. സോ D3 നമുക്ക് നോക്കാം. D3 ഏതാ ഉള്ളത്? സോ ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് അറിയുവാണെങ്കിൽ ഇത് ഈസിലി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ബൈക്കോഡിൻ്റെ ഫംഗ്ഷൻ മാത്രം അറിയുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. സോ A4 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോർസോ ടെർമിനിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. B2 വാസ ഊജനസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. C1 ഓസ്കർ അബ്ഡമൻ ആൻഡ് പോൾ സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are organelles, column X, and properties associated with the organelles. Choose the correct match. സോ ഇവിടെ നമുക്ക് ഈ ഒരു കോളം 1-നകത്ത് ഓർഗനൽസ് ആണ് തന്നിട്ടുള്ളത്. കോളം 2-നകത്ത് അവരുടെ പ്രോപ്പർട്ടീസ് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ആദ്യം നമുക്ക് ഇച്ചിരി ഓബ്വിയസ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഡിസൈഫർ ചെയ്യാൻ നോക്കാം. സോ ആദ്യം ലൈസോസോം. സോ ലൈസോസോം നമുക്കറിയാം അതിൻ്റെ ലൈസോസോമിൽ റീച്ച് ചെയ്യേണ്ട പ്രോട്ടീൻസിനകത്തൊക്കെ മാനോ6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് കാണും. സോ മാനോ6 ഫോസ്ഫേറ്റിനെ റിസീവ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് ആണ് ഈ മാനോ6 ഫോസ്ഫേറ്റ് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ A വിൽ ബി 4. സോ A4 ഇവിടെ എവിടെയാണുള്ളത്? സോ A4 4-ലും ഉണ്ട് 1-ലും ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സിസ് ഗോൾഗി ആണ്. സോ സിസ് ഗോൾഗിയിൽ എങ്ങനെയായിരിക്കും? സിസ് ഗോൾഗിനകത്ത് നമുക്ക് COP1 വെസിക്കിൾസ് ബഡ്ഡിങ് കാണാൻ പറ്റും. സോ സിസ് ഗോൾഗിക്കകത്ത് നമുക്ക് COP1 വെസിക്കിൾസിൻ്റെ ബഡ്ഡിങ് കാണും. അതേപോലെ തന്നെ ട്രാൻസ് ഗോൾഗിക്കകത്ത് നമുക്ക് പ്രോട്ടീൻ അഗ്രിഗേറ്റഡ് ഫോർ സെക്രീഷൻ. സോ ഈ സെക്രീഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് എല്ലാം ഈ ഒരു ട്രാൻസ് ഗോൾഗിക്കകത്ത് അഗ്രിഗേറ്റഡ് ആവും. പിന്നെ അവർ സെക്രീറ്ററി വെസിക്കിൾസിലൂടെ പാസ് ചെയ്യേണ്ടതാണ്. സോ അതുകൊണ്ട് അവിടെ നമുക്ക് അഗ്രിഗേഷൻ ഓഫ് പ്രോട്ടീൻസ് കാണാൻ കഴിയും. പിന്നെ ഉള്ളത്
COP2 വെസിക്കിൾസ്. COP2 വെസിക്കിൾസ് ആൻട്രോഗ്രേഡ് ട്രാൻസ്പോർട്ടാണ് നമുക്കറിയാം. ER2 ഗോൾഗി ട്രാൻസ്പോർട്ട് നടത്തുന്നത് COP2 വെസിക്കിൾസ് ആണ്. ലാസ്റ്റ് എൻഡോസൈറ്റിക് വെസിക്കിൾസ്. സോ എൻഡോസൈറ്റിക് വെസിക്കിൾസ് ക്ലാത്രൻ കോട്ടഡ് വെസിക്കിൾസ് ആണ് ഫോം ചെയ്യുന്നത്. സോ E is 2, E2 ഇവിടെ രണ്ട് സ്ഥലത്തുമുണ്ട്. പിന്നെ B is 3, B3 ഇവിടെ ആണ്, എന്നാൽ ഇവിടെ 5 ആണ് കൊടുത്തിട്ടുള്ളത്. സോ റൈറ്റ് ആൻസർ വിൽ ബി 1. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the following pedigree, individuals with shaded colors or squares show the presence of recessive autosomal trait. Calculate the risk of occurrence of this trait in 3-1. So 3-1 ഇവിടാണ് ഉള്ളത്. സോ ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് നമുക്ക് അറിയത്തില്ല. സോ ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് AA. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റെസസീവ് ഓട്ടോസോമൽ ട്രേറ്റ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കിത് മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നമുക്ക് റെപ്രസെൻറ്റേഷൻ സേക്കിന് വേണ്ടിയിട്ട് റെസസീവ് ട്രേറ്റിനെ AA എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടെ ഷെയ്ഡഡ് ആയിട്ടുള്ളവരെല്ലാം ഡിസീസ്ഡ് ആണ്. ഓട്ടോസോമൽ റെസസീവ് ആയതുകൊണ്ട് ഇവർക്ക് രണ്ടും ഹോമോസൈഗസ് റെസസീവ് ആയിരിക്കും. സോ ഈ ഇൻഡിവിജ്വൽസിൻ്റെ ജീനോടൈപ്പ് നമുക്കറിയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ 3-1 എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പിൻ്റെ പ്രോബബിലിറ്റി AA ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിനെ നമുക്ക് ഇച്ചിരി ബാക്ക് ട്രാക്ക് ചെയ്യണം. അതിനാദ്യം നമുക്ക് ഈ 3യുടെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും ആദ്യം നമുക്ക് നോക്കണം. സോ ഈ ഒരു ഇൻഡിവിജ്വലിന് ഈ പാരൻറ്റിന് AA ഉണ്ട്. അപ്പം ഈ ഒരു പാരൻറ്റിന് ഹെട്രോസൈഗസ് ആയിരുന്നാൽ മാത്രം, കരിയർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ 3rd 1ന് AA എന്ന് പറയുന്ന ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ വരുത്തുള്ളൂ. സോ ആദ്യം നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വലിന് AA എന്നുള്ള പ്രോബബിലിറ്റിയാണ് ആദ്യം നോക്കേണ്ടത്. ഹെട്രോസൈഗസ് ക്യാപിറ്റൽ A സ്മോൾ എൻ്റെ പ്രോബബിലിറ്റിയാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഈ ഒരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ഓഫ് ദ പ്രൊജനി എന്ന് പറയുന്നത് എഫക്റ്റഡ് ആണ്. അപ്പോൾ ഇവരുടെ പാരൻസ് എങ്ങനെയായിരിക്കും? ഹെട്രോസൈഗസ് ആയിരിക്കും. സോ ഇവർ രണ്ടിലും എന്താണ് ഡിസീസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇവർ ഹെട്രോസൈഗസ്, രണ്ടുപേരും കാരിയർ ആയിരുന്നാൽ മാത്രമേ ഇവിടെ പ്രൊജനിക്കകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ കാണാൻ കഴിയത്തുള്ളൂ. സോ AA ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു നമുക്ക്. അതായത് ഹെട്രോസൈഗസ് രണ്ടുപേരും കാരിയേഴ്സ് ആണ് നമുക്ക് മനസ്സിലായി. ഇപ്പം നമുക്ക് ഈ ഒരു പാരൻറ്റിൻ്റെ ഡിസീസ് കാരിയർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. സോ ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ക്യാപിറ്റൽ A സ്മോൾ a ക്യാപിറ്റൽ A സ്മോൾ a സ്മോൾ a സ്മോൾ a. സോ ഇങ്ങനെയാണ് ഈ ഒരു ചാർട്ട് വരുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഹെട്രോസൈഗസ് കണ്ടീഷൻ്റെ പ്രോബബിലിറ്റി ആദ്യം നമുക്ക് നോക്കണം. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഈ ഒരു കണ്ടീഷനെ വെറുതെ വിടാം. ബിക്കോസ് ഇവരെന്തായാലും ഹോമോസൈഗസ് എല്ലാം നമുക്കറിയാം, 3 ഡിസീസ്ഡ് എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് AA കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതിൽ നിന്ന് ഹെട്രോസൈഗസ് ആയിട്ടുള്ളത് 1, 2 ഔട്ട് ഓഫ് 3. അപ്പം ആ ഒരു പ്രോബബിലിറ്റി നമുക്ക് 2/3 ആയിട്ട് പറയാം. സോ ആദ്യത്തെ പ്രോബബിലിറ്റി എന്താണ്? 2/3. സോ ഈ ഒരു 3rd 2, 3 എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ, അതായത് നമ്മളുടെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻഡിവിജ്വലിൻ്റെ പാരൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് കാരിയർ ആവാനുള്ള പ്രോബബിലിറ്റി 2/3 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ ഡിസീസ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കണ്ടുപിടിച്ച പ്രോബബിലിറ്റി വെച്ചിട്ട് ഇവർ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കാരിയർ ആണ്. ഈ 2, 3യുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ നമുക്ക് 2, 4ൻ്റെ അറിയാം, AA ആണെന്ന് നമുക്കറിയാം. സോ ഇവരുടെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? AA സ്മോൾ a അല്ലെങ്കിൽ സ്മോൾ a. സോ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. സോ ഈ ഒരു കണ്ടീഷൻ, ഡിസീസ്ഡ് കണ്ടീഷൻ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. സോ ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ. സോ നമുക്ക് 2/3 നേരത്തെ കിട്ടി, ഇപ്പം നമുക്ക് 1/2 കിട്ടി. സോ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആവും. സോ നമുക്ക് the probability of this person being deceased is 1/3. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1/3 ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.